കുറച്ച് പ്രായമുള്ള ഒരു അമ്മ വന്നിട്ട് എന്റെ ബാക്കിൽ ഒരൊറ്റ അടി നല്ല എനിക്കാണെങ്കിൽ തൊട്ടാവേ എനിക്ക് ഞങ്ങൾ ഇവിടെ വന്നപ്പോ ആദ്യം തീരുമാനിച്ചു ഭയങ്കര ജാടയായിരിക്കും. എടാ നീ ചോറിച്ചിനാ ചൊറിഞ്ഞോന്നാ വെളി വന്നാ 7ാം സീസണിൽ വന്നാ ഫസ്റ്റ് സ്ക്രീനിങ്ങിന് പോയി. അപ്പൊ തന്നെ ഞാൻ അവിടെ കാസ്റ്റ് ആയി. ഒന്നുകിലും ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പേരോടുകൂടി പുറത്തു വരാം. ഇല്ലാന്നുണ്ടെങ്കിൽ നെഗറ്റീവ് കേട്ടിട്ടുള്ളത് ഒന്നുകിലും ബിഗ് ബോസിൽ എന്റെ അമ്മേ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ആൾക്കാർ കുറെ ആർട്ടിസ്റ്റിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. സ്വാസികയുടെ, സായി പല്ലവിന്റെ, അത് ആ സമയത്ത് എനിക്ക് പിമ്പിൾസ് ഉണ്ടായിരുന്ന സമയത്ത് പറഞ്ഞു. അപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടർ എനിക്ക് ഏകദേശം എല്ലാ ഉടായിപ്പ് സാധനങ്ങളും വശമുണ്ട്. സെന്റൻസ് ഇടിയില്ല, പക്ഷെ എന്നാലും ഞാൻ പറയാം. അന്തിക്ക് കുണ്ഠിതപ്പെട്ട കുന്തി ദേവിയുടെ കിണ്ടികളിൽ ഒരു കിണ്ടി. ഹലോ നമസ്കാരം, മൂവി വേൾഡ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് മൂവി വേൾഡ് മീഡിയ വളരെ സന്തോഷത്തിലാണ്. കഴിഞ്ഞ 6-7 എപ്പിസോഡായിട്ട് ഞാൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. കാരണം ഉണ്ട്, അതിനകത്ത് നമ്മൾ 300ന്റെ നിറവിലാണ് നമ്മൾ നിൽക്കുന്നത്. പാർവതി ലൊക്കേഷനിൽ തന്നെയാണ്. അപ്പോൾ എന്നോടൊപ്പം ഉള്ളത് ഇതിനകത്ത് ഒരു വില്ലത്തി കഥാപാത്രമുണ്ട്. സാധാരണ ചില വില്ലത്തി കഥാപാത്രങ്ങൾ കുറച്ച് എന്താ പറയുക, ഏജ്ഡ് ആയിട്ടുള്ള കഥാപാത്രങ്ങളായിരിക്കും, കുറച്ചൊക്കെ ഗമയൊക്കെ ഉള്ളൊരു കഥാപാത്രമായിരിക്കും. പക്ഷേ ഈ ഒരു കഥാപാത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കിളി പോയതാണോ ആണെന്ന് പറയാം, പക്ഷേ കുറച്ച് ഉത്തരവാദിത്തം ഉണ്ടെന്ന് പറയാം. അപ്പോൾ നമുക്ക് സ്വാഗതം ചെയ്യാം. ജാസ്മിൻ എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര്. അമൃത. ഹായ്. ഞാൻ പറഞ്ഞ കറക്റ്റ് ആണോ? ഇവിടെ എല്ലാവരും പറഞ്ഞു വന്നപ്പോഴെല്ലാം കുറച്ച് കിളി പോയിരിക്കാന്ന്. ആണോ? സംസാരം എങ്ങനെ ഉണ്ടോ? അത് എന്താ അറിയില്ല, ഫസ്റ്റ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര അടിപൊളിയായിരിക്കും. പിന്നെ പിന്നെ ആകുമ്പോഴത്തേക്ക് എന്റെ കയ്യിൽ നിന്ന് പോകും. പക്ഷെ നല്ല കോസ്റ്റ്യൂം കേട്ടോ. ഓൺ കോസ്റ്റ്യൂം അല്ലേ ഇത്? ഇപ്പൊ നടക്കുന്നത് ജാസ്മിന്റെ കല്യാണമാണല്ലോ. അതെ, കല്യാണം. പറയൂ ക്യാരക്ടറിനെ കുറിച്ച്. സീരിയൽ കാണുന്നവർക്കാണെങ്കിൽ വളരെ നന്നായിട്ട് അറിയായിരിക്കും. എന്റെ ക്യാരക്ടർ നെഗറ്റീവ് റോളാണ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള കിഡിലൻ വില്ലനിസം ഉള്ള ഒരു നെഗറ്റീവ് റോൾ തന്നെയാണ് ചെയ്യണത്. അടി വെട്ടുകുത്തി എല്ലാ സാധനങ്ങളും ഉണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് ഇവിടെ കാണും. ഞാൻ മറ്റേ ഷാർപ്പ് ഷൂട്ടറാണ്. പിന്നെ എപ്പിസോഡൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ആ തോക്ക് പിടിക്കാൻ ഞാൻ ഇച്ചിരി കഷ്ടപ്പെട്ടു എന്ന് പറയാം. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു ആ സാധനത്തിന്. അപ്പൊ ഒറിജിനലാ മേടിച്ചത്. അപ്പം ആ ഒരു സീൻസ് ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോഴത്തേനെ, കാരണം ഇത് എടുത്തുകൊണ്ട് ഒരു 2 ദിവസം ചിത്രാഞ്ജലിയിലായിരുന്നു ഷൂട്ട്. അപ്പൊ ഇത് എടുത്തുകൊണ്ട് ഞാൻ ആ 2 ദിവസം കാട്ടിലേക്കൂടെ ഓടലും ചാടലും. അത് അവരോട് ചോദിക്കണം, അതെനിക്കറിയാൻ ഇല്ല ആയിരിക്കും. അതെ അതെ. അപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടർ എനിക്ക് ഏകദേശം എല്ലാ ഉടായിപ്പ് സാധനങ്ങളും വശമുണ്ട്. പിന്നെന്താ, എക്സ്ട്രീം വില്ലനിസ് ആണ്. കൊല്ലണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ കൊല്ലും. അങ്ങനത്തെ ഒരു ക്യാരക്ടർ. ഈ എല്ലാ ഉടായിപ്പും കയ്യിലുണ്ടെന്ന് പറയല്ലേ, വശമുണ്ടെന്ന് പറയല്ലേ, അത് ഏതൊക്കെ ഉണ്ടെന്ന് പറയാം. അത് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിലും നമുക്ക് നമ്മുടെ കഥാപാത്രം എല്ലാവർക്കും ആഗ്രഹിക്കും നെഗറ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാരിലേക്ക് പെട്ടെന്ന് എത്തും എന്നുള്ളത്. അത് എല്ലാവരും പറയുന്നുണ്ട്. സാധാരണ കുറച്ചും കൂടെ പോസിറ്റീവ് ക്യാരക്ടർ ചെയ്യുന്നതിനെക്കാട്ടിലും, അതായത് ഹീറോയിൻ അല്ലാതെയുള്ള ക്യാരക്ടർ റോൾസ് ഉണ്ടല്ലോ സീരിയൽ, അതിപ്പം പോസിറ്റീവ് ക്യാരക്ടർ റോൾസ് ചെയ്യുന്നതിനെക്കാട്ടിലും നെഗറ്റീവ് റോൾ ചെയ്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ അറ്റൻഷൻ കൂടുതൽ കിട്ടും എന്നുള്ളത് പൊതുവേ ഓഡിയൻസിന്റെ ഭാഗത്തു നിന്നുള്ളൊരു റെസ്പോൺസ് ആണ്. ഞാൻ എവിടെയെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നതും, പിന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറയും, എന്താ ഇങ്ങനെയൊന്നും കാണിക്കരുത് കേട്ടോ, ആ പാവം കൊച്ചിന് അങ്ങനെയൊന്നും ചെയ്യരുത് എന്നവർ പറയുമ്പോഴും അവർ തന്നെ തിരിച്ചെന്നോട് പറയും, അയ്യോ ഞാൻ അങ്ങനെ പറഞ്ഞതല്ല, കാരണം നിങ്ങളെ റോള് നിങ്ങൾ അത്രയും ഭംഗിയായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളിങ്ങനെ പറയുന്നത് എന്നുള്ളത് അവർ തന്നെ ആയിട്ട് പറയാറുണ്ട്. അപ്പം അതൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷം. പക്ഷേ വെളിയിൽ ഇറങ്ങുമ്പോൾ ആൾക്കാർ വില്ലത്തി വരുന്നത് ഇവളെന്താണ് ഇങ്ങനെ കാണി, ഏതെങ്കിലും അമ്മമാരൊന്നും അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? ഒരുപാട്. ഞാനൊരു കല്യാണത്തിന് പോയപ്പം ഒരു കുറച്ച് പ്രായമുള്ള ഒരു അമ്മ വന്നിട്ട് എന്റെ ബാക്കിൽ ഒരൊറ്റ അടി നല്ല എനിക്കാണെങ്കിൽ തൊട്ടാവേ എനിക്ക്. അപ്പം ആ പുള്ളി എന്ന് വെച്ചാൽ സ്നേഹത്തോടെ അടിച്ചതാണ് എനിക്ക്. പക്ഷെ നല്ല വേദനിച്ചു. പക്ഷെ എന്നാലും ഞാൻ എന്നൊക്കെ എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അവരെനിക്ക് കാണുന്നുണ്ടെങ്കിൽ ഞാൻ അന്ന് പറഞ്ഞില്ല, പക്ഷെ ഞാൻ ഇപ്പൊ പറയാം, എനിക്ക് നല്ല വേദനിച്ചു. അത് നാട്ടില് അങ്ങനെയൊക്കെയുള്ള ഇത് കിട്ടുക. പക്ഷെ അവര് സ്നേഹത്തോടെ ചെയ്ത ഒരു സംഭവമാണ്. അങ്ങനെയൊക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് ഇങ്ങനെ കൈയൊക്കെ പിടിച്ച് കുറേ നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു. കാരണം അവര് സ്ഥിരമായിട്ട് നമ്മുടെ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പം അങ്ങനെയൊക്കെ അത് സന്തോഷം. എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ അങ്ങനെ
വിരോധവും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ അഗെയിൻസ്റ്റ് ഒന്നല്ല അതിന്. പക്ഷെ ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാലും അവർക്ക് എന്നെ മനസ്സിലായി കഴിഞ്ഞാലും അവർക്ക് വന്ന് എൻ്റെ അടുത്ത് സംസാരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കാണിക്കുന്നത് പോലെ എനിക്ക് തോന്നാറുണ്ട്. അത് ചിലപ്പോൾ ഞാൻ നെഗറ്റീവ് റോൾ ചെയ്യുന്ന കാരണം റിയൽ ലൈഫിൽ ഇനിയിപ്പോൾ ഞാൻ അതുപോലെ ആണോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അവർ വന്ന്. ഞാൻ പറയാം എന്താണത്, ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ആദ്യം തീരുമാനിച്ചു ഭയങ്കര ജാടയായിരിക്കും. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ വന്ന് മിണ്ടിയാലും മിണ്ടുപോകും. പക്ഷേ ഞാൻ ഒബ്സർവ് ചെയ്തു സീരിയസ്ലി. ഞാൻ അമൃതയെ അന്ന് മെനഞ്ഞാന്ന് തൊട്ട് ഒബ്സർവ് ചെയ്യാണ്, ഇന്നലെ മെനഞ്ഞാന്ന് തൊട്ട് ഒബ്സർവ് ചെയ്യാണ് എങ്ങനെയാണെന്നുള്ളത്. എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെ രണ്ട് പക്ഷികൾ ഇങ്ങനെ എവിടേക്ക് ഇങ്ങനെ പറന്നു പോകുന്നത് എനിക്ക് ഫീൽ ചെയ്തു. അല്ല, ചില ആൾക്കാർ മിണ്ടാൻ വരാത്ത അതുകൊണ്ടായിരിക്കും കേട്ടോ, ജാട എന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഫസ്റ്റ് നോട്ടത്തിൽ എല്ലാവരും അങ്ങനെ തന്നെ. പിന്നെ എൻ്റെ ഒരു ഫേസും ഒരു അങ്ങനെ അതൊക്കെ നോക്കി കഴിയുമ്പോഴത്തേനും ആൾക്കാർ വന്ന് മിണ്ടുന്നത് തന്നെ കുറവാണ്. അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി അഥവാ എന്നെ പുറത്ത് എവിടെയെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് വന്ന് മിണ്ടിക്കോളൂ, എനിക്കൊരു പ്രശ്നം, ഒരു കുഴപ്പമില്ല. അമൃത എവിടെ വെച്ചോ, ജാസ്മിൻ കഥാപാത്രത്തെ എവിടെ വെച്ച് കണ്ടാലും നിങ്ങൾക്ക് മിണ്ടാം. ഒരു ജാടയില്ല, അഹങ്കാരമില്ല, നല്ല കുട്ടിയാണ്. അല്ല, അത് മാത്രമല്ല, ഈ കാസർഗോഡ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒരു അംശം പോലും സ്ലാങ് വരുന്നത്. ഞാനില്ലേ കാസർഗോഡ് ഡിസ്ട്രിക്റ്റ് ആണെന്നേ ഉള്ളൂ. ഞാൻ പക്ക കാസർഗോഡ് അല്ല, ഞാൻ കുറച്ചും കൂടി ഇങ്ങോട്ട് മാറി കാഞ്ഞങ്ങാടാണ്. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ കണ്ണൂർ സ്ലാങ് ആണ് വരുന്നത്. പോയിനി വന്നിനിയണേ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. ഏതെങ്കിലും ഒരു ലൈൻ എന്നോട് ആദ്യം പറഞ്ഞ ചോദിക്കല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എതിരെ ചെയ്യത്തുള്ളൂ കേട്ടോ, പറയണ്ടായിരുന്നു. അതെ, ഒന്ന് എന്തെങ്കിലും ഒന്ന് നീ ഇപ്പൊ എവിടെ പോകുന്ന, അല്ലെങ്കിൽ നീ വന്ന എന്താ, അല്ലെ താമസിച്ച് വന്ന എന്താ, അതൊക്കെ ചോദിക്കാവോ? എണയെന്ന് വിളിക്കുന്നത് നമ്മള് പൊതുവെ ലേഡീസിനെ വിളിക്കുന്നത്. എണയെന്ന് നമ്മള് സാധാരണ എണയെന്ന് വിളിക്കുന്നത് ലേഡീസിനെ വിളിക്കണേ. ആണുങ്ങളെ എടാന്ന് തന്നെ വിളിക്കുള്ളൂ, വേറെന്തും വിളിക്കില്ല. അപ്പം എങ്ങനെയാ ഇപ്പൊ എന്നോട് വിളിച്ചു ചോദിച്ചു, എടാ നീ ചോറയിച്ചിനാ, ചൊറിഞ്ഞോന്നാ, എടാ നീ ചോറയിച്ചിനോ, ചോറ് കഴിച്ചോന്ന് ആവുന്നേ ഉള്ളൂ. അടുത്ത പിന്നെന്ത് വിശേഷം? നല്ലെന്നെയാ. ഇത് നോർമൽ അല്ലേ? കാസർഗോഡ് ഇങ്ങനെയൊന്നുമല്ല സംസാരിക്കുന്നത്. ഞാനതാ പറഞ്ഞ കണ്ണൂർ സ്ലാങ് ആണ്. കാസർഗോഡ് സംസാരിക്കാൻ കാസർഗോഡ് കുറച്ച് ടാസ്ക് ആണ്. അത് ശരി, കാസർഗോഡ് കുറച്ച് ടാസ്ക് ആണ്. അത് എന്നെ കൊണ്ട് വെച്ചു. നമ്മൾ എപ്പോഴും നമ്മുടെ മുഖ്യമന്ത്രിയുടെ പ്രസംഗങ്ങൾ കേട്ടോണ്ടിരിക്കും. അതെ അല്ലേ? പിന്നെ നിങ്ങൾക്കൊക്കെ യൂസ്ഡ് ആയിരിക്കും. കാസർഗോഡ് എനിക്ക് ഒന്നും അറിയില്ല. ശരി, ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ റിനീഷയുടെ ഒരു സാദൃശ്യം? കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് രൂപസാദൃശ്യം ഉണ്ടെന്നും. പക്ഷെ സ്വഭാവം അതുപോലെ തന്നെ. ഇങ്ങനൊക്കെ തന്നെ റിനീഷ ഭയങ്കര എപ്പോഴും സ്മൈലാണ്, എപ്പോഴും സംസാരിക്കും, ഭയങ്കര ഹാപ്പിയാണ് പുള്ളിക്കാരി. ഞാൻ റിനീഷനെ ഇതുവരെ കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. നേരിട്ട് സംസാരിച്ചിട്ടോ അങ്ങനെയൊന്നുമില്ല. ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ആളുണ്ടെന്ന് അറിയാം. പിന്നെ ഈ എനിക്ക് തോന്നുന്നു JP നമ്മുടെ ഹീറോ ഒക്കെ അവളുടെ കൂടെ മുന്നേ വർക്ക് ചെയ്തിട്ടുള്ള കുറെ ആൾക്കാർ അവളുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളവരാണ്. അപ്പൊ അവരൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് റിനീഷയുടെ ഒരു ഇതുണ്ടെന്ന്. ഞാൻ ലുക്കിംഗ് ഫോർവേഡ് ടു മീറ്റ് ഹർ. തീർച്ചയായിട്ടും അത് പെട്ടെന്ന് തന്നെ. പിന്നെ വേറെ കാര്യങ്ങളുണ്ട്, നമ്മളെ പല കഥാപാത്രങ്ങള് സീരിയൽസിൽ തന്നെ ഉള്ള ആൾക്കാരുടെ ഫേസസ് ആയിട്ട് എനിക്ക് സാദൃശ്യം വരുന്നുണ്ട്. ഇപ്പൊ ശരണ്യ, ഇപ്പം ബിഗ് ബോസിലെ ഇപ്പൊ ഇറങ്ങിയിട്ടുള്ള ശരണ്യ കുറച്ച് ഇപ്പൊ ബൾജിയാണ്, പക്ഷെ കാണുമ്പോ ചില സാദൃശ്യങ്ങളുണ്ട്. അല്ല, അയ്യോ, ഞാനത് അങ്ങനെ ബോഡി ഷേമിങ് പറഞ്ഞല്ലേ, ഇപ്പൊ കുറഞ്ഞു. ഇപ്പൊ കറക്റ്റ് ബിഗ് ബോസിൽ ഇറങ്ങിയപ്പോ കറക്റ്റ് വണ്ണമൊക്കെ കുറഞ്ഞു. ഒന്നും പറയില്ല കേട്ടോ, എന്നെ കുഴപ്പിക്കല്ലേ. ശരണ്യ അങ്ങനെ പറഞ്ഞല്ല. അല്ല, പിന്നെ വേറെ ആരെങ്കിലും ആയിട്ടൊക്കെ സാദൃശ്യം ഉണ്ടെന്ന് പറഞ്ഞു. എന്റെ കുറെ ആൾക്കാർ കുറെ ആർട്ടിസ്റ്റിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ, അയ്യോ, സ്വാസികയുടെ, അതായത് ഈ ഭാഗത്ത്. കാര്യം അത് ഈ പിമ്പിൾസ് ഒക്കെ വന്നിട്ടുള്ള പണ്ട് എനിക്ക് പിമ്പിൾസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ കറക്റ്റ് എല്ലാരും പറയുമായിരുന്നു സ്വാസികയാണ്. അതായത് മേക്കപ്പ് ഇല്ലാത്ത ഞാനല്ല, മേക്കപ്പ് ചെയ്ത് തുടങ്ങുമ്പോൾ ഉള്ള ഞാൻ ഒരു സ്വാസികയുടെ ലുക്ക് പറഞ്ഞിട്ടുണ്ട്. റിനീഷ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ അവന്തിക ഏഷ്യനെറ്റിലൊക്കെ ഉണ്ടായിരുന്നു, പുള്ളിക്കാരത്തിയുടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്കില്ലേ അത് പറഞ്ഞ് നിങ്ങൾ ചിരിക്കില്ല, സായി പല്ലവിന്റെ അത് ആ സമയത്ത് എനിക്ക് പിമ്പിൾസ് ഉണ്ടായിരുന്ന സമയത്ത് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് ഞാൻ ഇതൊന്നും വരില്ലല്ലേ, മുടി അടങ്ങി നിൽക്കുന്നില്ല. വേണ്ട. അല്ല, ഈ പറഞ്ഞ എനിക്ക് പക്ഷെ അവന്തികയായിട്ടുള്ളൊരു മാച്ചിങ് കൂടുതലായിട്ട് തോന്നുന്നുണ്ടല്ലേ. കാര്യം എന്താ വെച്ചാല് അവന്തിക ഒരു കല്യാണ പെണ്ണായാലും ഇങ്ങനെ ഇരിക്കും ഒരുങ്ങി കഴിയുമ്പോൾ. കാര്യം ഇപ്പൊ കുറച്ച് തടിയൊക്കെ കുറച്ചു നല്ല സ്ലിം ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മള് ഈ അപ്പിയറൻസ് ഒക്കെ കാണുമ്പോഴേ എനിക്കൊരാളെ പൊങ്കാലയിടല് പ്രേക്ഷകരോട് പറയുകയാണ്, അസിന്റെ ചെറിയൊരു ചായ തന്നു.
അത് എന്നോട് പറഞ്ഞു. ഏതാണെന്നറിയാവോ സിനിമ? മാമ്പഴം മാമ്പഴം, മറ്റേ ആ പാട്ട് സീനിൽ ഇടുന്ന ധാവണിയൊക്കെ ഇട്ടിട്ട് ആ സിനിമ ഓർമ്മ വരുന്നു. സെക്കൻഡ് താങ്ക് യു സോ മച്ച്. അല്ല ഞാൻ സീരിയസ്ലി പറഞ്ഞു. അവരൊക്കെ അവിടെ കിടന്ന് ഞാനവിടെ അല്ല ഫേസ് കട്ട് ഞാൻ പറഞ്ഞു, പലരുടെയും ഫേസ് കട്ട് ഉണ്ടെന്നുള്ളത് പറഞ്ഞു. ഈ ഫേസ് കട്ട് ഇങ്ങനെ വരുന്നത് ചിലപ്പോൾ ചില സീരിയൽസിലും സിനിമയിലൊക്കെ ഒരു പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട്. കാര്യം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന ആളെ പോലെ ഉണ്ട് ഇന്ന ആളെ പോലെ ഉണ്ട് എന്ന് പറയുന്നതേ ഇഷ്ടമല്ല. കാരണം എനിക്ക് ഞാനായിട്ട് നിൽക്കാനാണ് താല്പര്യം. അപ്പം എന്താ പറയാ, വേറൊരാളെ പോലെ ഉണ്ടെന്ന് പറയുമ്പോഴേ എന്താണെന്നറിയില്ല, എന്തോ അതങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് എനിക്ക്. അല്ല അത് നമ്മള് മറ്റുള്ള ആളുടെ പേരിൽ അറിയപ്പെടാൻ നമുക്ക് താല്പര്യമില്ല. നമ്മുടെ ഐഡന്റിറ്റി തന്നെയാണ് തീർച്ചയായിട്ടും. നമ്മളിപ്പം ഓൺ വോയിസ് ഡബിങ്ങും വേറെ വോയിസ് വരുമ്പോൾ ഒത്തിരി വ്യത്യാസം കാണും. സ്വന്തം വോയിസ് കേൾക്കാനല്ല നമുക്ക് ഇഷ്ടം. അതുകൊണ്ട് തന്നെയായിരുന്നു ഞാൻ ഡബ് ചെയ്യാറൊന്നുമില്ല കേട്ടോ. ഡബ് ചെയ്യാറുണ്ടോ? അല്ല ഡബ് ചെയ്താൽ മൊത്തം ചിരിയായിരിക്കും വരുന്നത്. അല്ല എനിക്ക് ഡബ് ചെയ്യാനൊന്നും അറിയില്ല. അതല്ല, അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണെന്നറിയാമോ, എനിക്ക് എന്തോ എനിക്ക് ചിലപ്പോൾ അത് എൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കും. എനിക്കൊരു കോംപ്ലക്സ് ഉണ്ട്, എന്നെ അങ്ങനെ വേറൊരാളുടെ ഫേസ് അങ്ങനെ അതുപോലെ ഉണ്ടെന്ന് എനിക്ക് പറയുന്നതേ ഇഷ്ടമല്ല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എനിക്കൊരു ക്യാരക്ടർ, ഒരു സീരിയലിൽ ഞാൻ ഭയങ്കര പ്രാക്ടിക്കലായിട്ട് പറയാം, ഒരു സീരിയലിൽ ഒരു ക്യാരക്ടർ വരുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ അത് എനിക്ക് കിട്ടേണ്ട ക്യാരക്ടർ ഇതുപോലെ തന്നെയല്ലേ മറ്റേ ഇപ്പോൾ റിനീഷ ഫോർ എക്സാമ്പിൾ, ആ കുട്ടി ഇരിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ എന്നാൽ പിന്നെ ആ കൊച്ചിനെ നമുക്ക് പ്രിഫർ ചെയ്യാം. ഓപ്ഷൻസ് പോവും, ചോയ്സസ് പോവും. അപ്പൊ ആ ഒരു സാധനവും എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ അത് എപ്പോഴും നല്ലതാണ്. നമുക്ക് മറ്റുള്ളവരുടെ പേരിൽ അറിയപ്പെടുന്നത് നമുക്ക് അതൊട്ടും താല്പര്യമുള്ള കാര്യമല്ല. പക്ഷെ എങ്കിൽ പോലും ചില സാഹചര്യങ്ങളെ കേൾക്കുമ്പോൾ ഒരു സുഖമൊക്കെ ഇല്ലേ ഇങ്ങനെയുള്ള ഇന്റർവ്യൂസിലൊക്കെ ഇരിക്കുമ്പോൾ പറയുമ്പോഴേ. ശരി, നമ്മള് വേറെ ഒരു ചെറിയ ഗെയിം സെക്ഷനിലേക്ക് വരുവാണ്. നമ്മളിപ്പോൾ ലൊക്കേഷനിൽ ഇരിക്കുന്നതുകൊണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ജാസ്മിന്റെ കല്യാണമാണ് ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ കല്യാണം എത്രത്തോളം വലുതാണോ ഞങ്ങൾ അകത്ത് കയറി സെറ്റ് കണ്ടു. അപ്പോൾ ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കാം, കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞ സമ്മാനമുണ്ട്. ടങ് ട്വിസ്റ്ററാണ്. ഞാനിത് അനുവിനെ കൊണ്ട് പറയിക്കാൻ നോക്കി, അനു പറഞ്ഞില്ല. ഞാൻ ഈ ഒരു ഇന്റർവ്യൂലൂടെ ഞാൻ ചോദിക്കുള്ളൂ, അനുമോളൂ ഈ ഒരു ഇന്റർവ്യൂലൂടെ ഞാൻ അത് ചോദിക്കുള്ളൂ. ഞാൻ ഈ ചോദ്യം ഞാൻ ഇനി നമ്മുടെ ക്യാമറയുടെ മുമ്പിൽ ചോദിക്കില്ല, പ്രേക്ഷകർ ക്ഷമിക്കും. ടങ് ട്വിസ്റ്റർ ആണ്, പെട്ടെന്ന് പറയണം. അന്തിക്ക് ടങ് ട്വിസ്റ്റർ ആണ്. അന്തിക്ക് പറ. കുണ്ടിതപ്പെട്ട കുന്തിദേവി കുന്തിദേവി കിണ്ടി കഴിയുമ്പോൾ കുണ്ടിതപ്പെട്ട കുന്തിദേവിയുടെ കുന്തിദേവിയുടെ കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. അശ്ശേ, അത് ഫുള്ളായിട്ട് പറയും, എനിക്ക് അത് കിട്ടിയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു. അല്ല ഫുള്ളായിട്ട് നിങ്ങൾ കുണ്ടിതപ്പെട്ട കുന്തിദേവി കിണ്ടി കഴിയുമ്പോൾ കുണ്ടിതപ്പെട്ട കുന്തിദേവിയുടെ കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. പറ. അങ്ങനെ തന്നെയാണോ ഇത്? അന്തിക്ക് കുണ്ടിതപ്പെട്ട കുന്തിദേവി കിണ്ടി കഴുകുമ്പോൾ പോരട്ടെ. കുണ്ടിതപ്പെട്ട കുന്തിദേവിയുടെ രണ്ട് പ്രാവശ്യം വരുന്നുണ്ട് അല്ലേ? അതെ, കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. ഭയങ്കര നിങ്ങളിപ്പോ പറഞ്ഞ സ്പീഡ് നോക്കട്ടെ. എനിക്കത് സെന്റൻസ് കിട്ടിയിട്ടില്ല, പക്ഷെ എന്നാലും ഞാൻ പറയാം. അന്തിക്ക് കുണ്ടിതപ്പെട്ട കുന്തിദേവിയുടെ കിണ്ടികളിൽ ഒരു കിണ്ടി അന്തിക്ക് കുണ്ടിതപ്പെട്ട കുന്തിദേവി കിണ്ടി കഴുകുമ്പോൾ കുണ്ടിതപ്പെട്ട കുന്തിദേവിയുടെ കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. അന്തിക്ക് കുണ്ടിതപ്പെട്ട കുന്തിദേവി കിണ്ടി കഴുകുമ്പോൾ കുണ്ടിതപ്പെട്ട കുന്തിദേവിയുടെ ഒരു കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് സ്റ്റേജിൽ ചോദിക്കുമ്പോൾ ആരും പറയാറില്ല. 5000 ആണ് ഞാനത് എല്ലാ സ്റ്റേജുകളിലും പറയാറുള്ള, ആരും പറയാറില്ല. പക്ഷെ പറഞ്ഞു നമ്മുടെ എന്തായാലും നമ്മുടെ ജാസ്മിൻ പറഞ്ഞു, കഥാപാത്രം തന്നെ പോട്ടെ അല്ലേ, പേര് അങ്ങനെ തന്നെ പോട്ടെ. എല്ലാവരും കുറച്ചും കൂടെ ഒക്കെ കാര്യം ഇപ്പം 6:30 മണിക്കാവുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട് റേറ്റിംഗ് കുറവാണ്. പക്ഷെ ഞാൻ നോക്കിയിട്ട് 300 എപ്പിസോഡ് പോകുന്ന റേറ്റിംഗ് കുറവുള്ള സീരിയൽ ഒരിക്കലും 300 എപ്പിസോഡ് പോകത്തില്ല. ഈ അങ്ങനെ പറയുന്ന ആൾക്കാരോട് എന്താ പറയാനുള്ളത്? റേറ്റിംഗ് അത് ഫ്ലക്ച്വേറ്റഡ് ആവും. ഞങ്ങളുടെ 7 മണിക്ക് ഉണ്ടായിരുന്നപ്പം സീരിയൽ 3 ഒക്കെ വന്ന് കയറിയതാണ്. അത്രയും നല്ല എന്താ പറയുക, ഒന്നാമത്തെ കേസ് ടൈം മാറുമ്പം തന്നെ ഇപ്പം വീട്ടിലൊക്കെ ഉള്ള ആൾക്കാരല്ലേ ഇത് കാണുക. അപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞാൽ സന്ധ്യയ്ക്ക് ഒരു 6:30 അവർ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കും, പരിപാടിയൊക്കെ ജോലി കഴിഞ്ഞ് വരുന്നവരായിരിക്കും. അപ്പോൾ അവരങ്ങനെ ഇരിക്കണമെന്നില്ല. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നമ്മുടെ റേറ്റിംഗ് കുറയണത്. പക്ഷേ സ്റ്റോറി വൈസ് ആൻഡ് പെർഫോമൻസ് വൈസ് എല്ലാം കൊണ്ട് നമ്മളെ സീരിയൽ അത്യാവശ്യം നല്ലപോലെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സീരിയലാണ്. അപ്പം എന്താ പറയുക, റേറ്റിംഗ് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ റേറ്റിംഗ് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആരും കാണാൻ കമന്റ്സ് ഇടാറുണ്ട്. കാരണം ഞങ്ങളത് എടുത്തപ്പോഴേ
ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഫോളോ അപ്പ് ചെയ്തൊരു ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി വന്നതന്നെ. ചാനലിൽ വിളിച്ചപ്പോഴും അങ്ങനെയാണ്. പക്ഷേ ഇപ്പം റേറ്റിംഗ് കയറിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം എന്ന് വെച്ചാൽ ഞാൻ അത് നമ്മളെ കോംപ്ലിമെന്ററി ആണ് ഞാൻ പറഞ്ഞത്. ഒരു 300 എപ്പിസോഡ് എന്ന് പറഞ്ഞത് ചെറിയ കാര്യമല്ല. ഡൗൺ ആയെങ്കിൽ 150 എപ്പിസോഡ് നമ്മൾ ക്ലോസ് ചെയ്യും. 300ാമത്തെ എപ്പിസോഡ് ആഘോഷം കഴിഞ്ഞു. ചാനലിനും എല്ലാവർക്കും നമ്മളിൽ ഒരു വിശ്വാസമുണ്ട് പാർവതി എന്ന് പറയുന്ന സീരിയലില്. അപ്പം അതുകൊണ്ടാണ് അവര് എന്താ പറയാ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ട് പൊക്കോന്ന് നമ്മളോട് പറയാത്തത്. അപ്പം അതൊരു നല്ല കാര്യമാണ്. കോംപ്ലിമെന്റ് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞ ഉദ്ദേശങ്ങൾ എന്നുള്ളത് അമൃതയ്ക്ക് മനസ്സിലാക്കണം. അതുപോലെ അമൃതയുടെ നേച്ചർ അനുസരിച്ച് അമൃതയ്ക്ക് പറ്റിയ ഒരു ഷോ ഉണ്ട്, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാ? സ്റ്റാർ മാജിക് ആണ്. സ്റ്റാർ മാജിക് ഒന്നുമല്ല, അതിലത്തെ ഓൾറെഡി പോവാം. ഒരു റിയാലിറ്റി ഷോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ബിഗ് ബോസ് തന്നെ പയ്യെ പറയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ സീരിയസ്ലി പറഞ്ഞാണ്, നിങ്ങളെപ്പോലുള്ള കണ്ടസ്റ്റന്റ് അതിനകത്ത് പോയി കഴിയുമ്പോൾ ഈ പേരുള്ള ഒരാളാണ് അതിനകത്തുണ്ട്. ഇപ്പൊ ഈ ക്യാരക്ടറിന്റെ പേരുള്ള ഒരാൾ അതിനകത്തുണ്ട്. പുള്ളിക്കാരിക്ക് ഇപ്പം ഓപ്പോസിഷൻ ആയിരുന്നെല്ലാം കറക്റ്റായിട്ട് വന്നുകൊണ്ടിരിക്കുക. കാണാറുണ്ടോ അത്? അതിൽ വിളി വന്നിട്ടുണ്ടോ? ഒരു സീസണിൽ പോലും വന്നിട്ടില്ല. ഇനി വിളി വന്നാൽ 7ാം സീസണിൽ വന്നാൽ പോകാൻ താല്പര്യമുണ്ടോ? വാതറൊക്കെ കൂട്ടി കറന്റ്ലി എനിക്ക് ബിഗ് ബോസിൽ പോകാൻ താല്പര്യമില്ല. ഫ്യൂച്ചറിൽ ഇനിയിപ്പം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിന്റെ ഒരു എപ്പിസോഡ് പോലും കണ്ടിട്ടില്ല. അപ്പൊ പിന്നെ എനിക്ക് ബിഗ് ബോസിനെ പറ്റി കൂടുതൽ സംസാരിക്കാൻ അതും അറിയില്ല. അതാ ഞാൻ പറഞ്ഞത്. പക്ഷെ ബിഗ് ബോസിനെ പറ്റി പല നെഗറ്റീവ്സും പല പോസിറ്റീവ്സും കേട്ടിട്ടുണ്ട്. അപ്പം പിന്നെ ഞാൻ റിയാലിറ്റി ഷോയില് നെഗറ്റീവ് കേട്ടിട്ടുള്ളത് ഒന്നുകിലും ബിഗ് ബോസിൽ എന്റെ അമ്മേ ഇതൊക്കെ പറഞ്ഞു അല്ല ഞാൻ കേട്ടിട്ടുള്ളത് പറയാം. ഒന്നുകിലും ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല എന്താ പേരോടുകൂടി പുറത്തു വരാം, ഇല്ലാന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി നല്ല ചീത്തപ്പേരോടുകൂടി പുറത്തു വരാം എന്നുള്ളൊരു സ്കീമാണ്. അപ്പം എനിക്കറിയില്ല ഇപ്പൊ ഞാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏത് പേരില്ല വരാന്നൊക്കെ ഉള്ളത്. അപ്പം അങ്ങനത്തെ ഒരു സാധനത്തിനോടൊന്നും എനിക്കൊരു അല്ല. ഇതിനകത്ത് ചില ആൾക്കാർ ലൈവ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പെൺകുട്ടികളെ കുറിച്ചാണ് പറഞ്ഞത്, കൂടുതലും പറഞ്ഞത്. ആ ലൈവ് കണ്ടിട്ടുണ്ടോ? അയ്യോ ഇല്ല. എനിക്ക് ഞാൻ സത്യം പറഞ്ഞ ബിഗ് ബോസിന്റെ ഫാൻ അല്ല. അതുകൊണ്ട് എന്റെ അടുത്ത് നിങ്ങൾ അങ്ങനത്തെ ചോദ്യങ്ങൾ പല മേഖലകളിലും പെൺകുട്ടികളെ വിളിക്കുന്നത് അഭിനയിക്കാൻ വേണ്ടി മാത്രമല്ല, പല കാരണങ്ങൾ ചോദിക്കാറുണ്ട്, പല കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. എന്താന്ന് മനസ്സിലായി. ഇപ്പൊ കാസ്റ്റിംഗ് കോച്ച് എന്ന് പറയും, നേരത്തെ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയും. അപ്പൊ ആ സംഭവങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ബിഗ് ബോസിനെ കുറിച്ച് ഒരാൾ ലൈവ് ഇട്ടത്. അപ്പൊ ഈ അങ്ങനെ എല്ലാ മേഖലകളിലും അങ്ങനെ ഉണ്ടെന്നാണോ അറിവുള്ളത് അമൃതയ്ക്ക്? എല്ലാ മേഖലകളിലും മീൻസ് കലാപരമായിട്ടുള്ള എല്ലാ സിനിമ, സീരിയൽ ഇപ്പൊ ഇങ്ങനെ റിയാലിറ്റി ഷോ ആയാലും ഞാൻ ഫസ്റ്റ് ഞാൻ സിനിമയിലാണ് ഫസ്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ എനിക്കൊന്നും വർക്ക്ഔട്ട് ആവാത്തതുകൊണ്ട് ഞാനാണെങ്കിൽ എങ്ങനെയാ ഭയങ്കര സേഫ് സോണിൽ എങ്ങനെ ട്രാവൽ ചെയ്യാം നോക്കി. എനിക്ക് അങ്ങനെ സ്ട്രഗിൾസ് എടുക്കുന്നത്, റിസ്ക് ഫാക്ടേഴ്സ് എടുക്കുന്നത് അങ്ങനത്തെ ഒന്നും എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരാളാണ്. അപ്പം ഞാൻ ഏതാണോ ഏറ്റവും ബെറ്റർ ആൻഡ് സേഫ് ആയിട്ടുള്ളത് അതിൽ ഞാൻ അങ്ങനെ ചുരുണ്ടുകൂടി കിടക്കുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് ഈ ഫിലിം ഫീൽഡിൽ എനിക്ക് കുറച്ച് സ്ട്രഗിൾസും കാര്യങ്ങളും, കാരണം നമ്മുടെ ഒരു റിലേറ്റീവ് ആരും നമുക്കൊരു ബാക്കപ്പും ഇല്ല, റിലേറ്റീവ്സ് ആരും പിന്നെ ഫിലിം ഫീൽഡിൽ വർക്ക് ചെയ്യുന്നില്ല. സോ ഒറ്റയ്ക്ക് നിന്ന് സ്ട്രഗിൾ ചെയ്ത് എനിക്ക് മടുത്തു. ആകെ സ്ട്രഗിൾ ചെയ്തു എന്ന് പറയാനൊന്നുമില്ല കേട്ടോ. ഒരു 1-2 വർഷമാണ് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളത്. ഞാൻ പറയുന്നത് എന്റെ കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് മുന്നേ എന്റെ കൂടെ പഠിച്ചവരൊക്കെ എനിക്ക് മുന്നേ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്റെ സ്ട്രഗിൾ ഒന്നും സത്യം പറഞ്ഞാൽ ഒന്നുമല്ല. ഞാൻ ആ ഒരു 2 വർഷം സ്ട്രഗിൾ ചെയ്തിട്ട് പിന്നെ ഞാൻ വിട്ടു. പിന്നെ ഞാൻ ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് ഞാൻ പിന്നെ സീരിയൽ ഇൻഡസ്ട്രിയിലേക്ക് എനിക്ക് വളരെ പെട്ടെന്നാണ് എനിക്ക് ചാൻസ് വന്നത് സീരിയലിലേക്ക്. ആ സമയത്ത് ഞാൻ സിനിമയിൽ ട്രൈ ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് സീരിയൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാനിപ്പം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സിനിമയാണ്, ലെറ്റ് മീ ഡൂ ദാറ്റ്. അത് കഴിഞ്ഞ് പിന്നെ എനിക്കത് മടുത്തപ്പോൾ ഞാൻ നേരെ ഈ ഒരു ഓപ്ഷൻ വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് ജമ്പ് ചെയ്തു. ഫസ്റ്റ് സ്ക്രീനിങ്ങിന് പോയി. അപ്പോൾ തന്നെ ഞാൻ അവിടെ കാസ്റ്റായി. അപ്പോൾ എനിക്ക് ഇറ്റ് വാസ് വെരി ഈസി. പക്ഷെ പല ആൾക്കാർക്കും അത് അങ്ങനെ ആവണം എന്നില്ല കേട്ടോ. അപ്പം ഞാൻ സീരിയൽ ഇൻഡസ്ട്രിയിലേക്ക് വന്നപ്പോൾ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നി. നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കാം, അത് അവരുടെ പേഴ്സണൽ ചോയ്സ്. പോകണമെങ്കിൽ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ പോകണ്ട, അങ്ങനെ. അതെ, ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അതിന് ഇപ്പം നമ്മളൊന്നും പറഞ്ഞു. പക്ഷെ ലൈക്ക് എന്താ ഇപ്പം പറയാം, നമ്മൾ അത്യാവശ്യം നമ്മളെ ആർക്കും പറ്റിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരാളിപ്പോൾ അങ്ങനെ വന്ന് ചോദിക്കുന്നത് എനിക്ക് ഇന്നത് ചെയ്താലേ
ആ ഒരു ക്യാരക്ടർ നിന്റെ കയ്യിൽ തരുള്ളൂ എന്നാരെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് എനിക്ക് ആ ക്യാരക്ടർ വേണ്ട സാറേ എന്ന് പറഞ്ഞ് പോകാനുള്ള ഒരു ഗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതീ കാണിക്കുന്ന ക്യാരക്ടർ തന്നെയാണ് ഒറിജിനൽ ചില കാര്യങ്ങളിലാണോ എങ്ങനെ അമൃത? ഇപ്പൊ ജാസ്മിന്റെ കഥാപാത്രം കുറച്ച് വില്ലത്തിയാണ്, നെഗറ്റീവ് റോളാണ്, ദേഷ്യപ്പെട്ട് നിൽക്കുന്ന റോളുകൾ ഇഷ്ടം പോലെ കാണും. പിന്നെ അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരോട് അങ്ങനെ തന്നെ മറുപടി പറയും, ഈ ഒരു ക്യാരക്ടർ പോലെ തന്നെ ആയിരിക്കും മറുപടി പറയാം. ഞാൻ അത്യാവശ്യം ബോൾഡാണോ? ഞാൻ അത്യാവശ്യം നല്ല ബോൾഡാണ്. അത് ഞാൻ അനുഭവം എനിക്കറിയാതെ ഞാൻ പറയാം, അത് കാര്യം പറഞ്ഞുതരാം. നല്ല ബോൾഡാണ്. ഒരാളുടെ അടുത്ത് വളരെ റെസ്പെക്റ്റ്ഫുൾ ആയിട്ട് എങ്ങനെ സംസാരിക്കണം എന്ന് എനിക്കറിയാം. അതല്ല ആള് തിരിച്ചെങ്ങനെയാണോ സംസാരിക്കുന്നത് ആ ഒരു ലെവലിലേക്ക് വീണ് സംസാരിക്കാനും എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് എൻ്റെ അടുത്ത് ഈ പരിപാടി ഒന്നും നടക്കൂല. ഞാൻ പറയട്ടെ, കാര്യം പറയട്ടെ. നമ്മളെ 2 ദിവസം മുമ്പ് വേറെ ലൊക്കേഷനിൽ പോയപ്പം കേക്ക് കട്ടിങ് സമയത്ത് എൻ്റെ അടുത്ത് ഫോണും കൊണ്ടുവന്നിട്ട് എന്നോട് പറഞ്ഞ് ഒന്ന് വീഡിയോ എടുത്തരാന്ന് വെച്ചു. അപ്പം ഞാൻ ഈ മയക്കൊന്ന് കാണിച്ചു, ആങ്കറിങ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറയും കുട്ടി ഇയാൾ ആങ്കറിങ് മാത്രമേ ചെയ്യത്തുള്ളൂ എന്ന് വെച്ചു. തമാശ രീതിയിലാണ് വെച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ചിരിച്ച് കൊച്ചിനെന്താ. അപ്പോഴാണ് അടുത്ത ആളിങ്ങനെ അടിച്ചോണ്ട് ഇങ്ങനെ കാണിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി. പക്ഷെ മാത്രമേ ചെയ്യത്തുള്ളൂ എന്നല്ല ചോദിച്ചത്. പിന്നെ എങ്ങനെ ചോദിച്ചത്? ഞാൻ എന്താ ചോദിച്ചതറിയോ, ചേട്ടൻ ആങ്കറിങ് ചെയ്യുന്നു എന്ന് പറയുമ്പോ എനിക്ക് മനസ്സിലായില്ല നിങ്ങൾ ഇത് ഷൂട്ട് ചെയ്യാണ്, നിങ്ങൾ ഇത് എപ്പിസോഡായിട്ട് നമ്മുടെ ക്യാമറ മനസ്സിലായില്ല. ഇല്ല. അപ്പൊ ഞാൻ വെച്ചാൽ ആങ്കറിങ് എന്തിനാണ് ആങ്കറിങ് ചെയ്യുന്നത്, ഇവിടെ ഇത് കേക്ക് കട്ടിങ് ചെയ്യുന്നതിന് എന്തിനാ ആങ്കറിങ് ചെയ്യുന്നതെന്നുള്ള സ്കീമർ. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോഴാണ് ഈ ചേട്ടൻ ക്യാമറയും കൊണ്ടവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ എപ്പിസോഡ് പോകാനുണ്ടല്ലോ അതിനാണ് ആങ്കറിങ് ചെയ്യുന്നതെന്നാ ചോദിച്ചത്. മനസ്സിലായോ? ഓക്കെ, എന്തായാലും വളരെ സന്തോഷമുള്ള സമയം തന്നെയാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ കല്യാണത്തിന്റെ തിരക്ക് നടക്കുന്ന, എല്ലാവരും ഊണ് കഴിക്കാൻ പോകുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കാരണം ഇപ്പം 2 വർഷത്തെ ഒരു പ്രയത്നം ഉണ്ടെന്ന് പറഞ്ഞു. ആ 2 വർഷത്തെ പ്രയത്നം നല്ലൊരു 2 വർഷത്തെ പ്രയത്നം ഇറ്റ് വാസ് ഇൻ മൂവി ഇൻഡസ്ട്രിയിൽ. ഓക്കെ, ഞാൻ വന്നിട്ട് ഏകദേശം 3.5 ഇയേഴ്സ് 4 ഇയേഴ്സ് ഓൾമോസ്റ്റ്. അത് പറഞ്ഞത് ബിഫോർ 2 ഇയർ നിങ്ങൾ ആ എഫേർട്ടിലാണ്. അതായത് സിനിമയിൽ വന്ന എഫേർട്ടിൽ ഡയറക്റ്റ് ജമ്പ് ചെയ്ത് സീരിയലിലേക്കാണ് ഇപ്പം സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുന്നത്. പാർവതിയിലാണ്. ഇപ്പൊ എത്ര സീരിയൽ ഇപ്പം നിലവിൽ ഇപ്പൊ എത്ര കഴിഞ്ഞു? ഞാനിപ്പോ 8ാമത്തെ സീരിയലാണ്. ഈ 8ാമത്തെ സീരിയൽ ഏറ്റവും ഫേവറേറ്റ് സീരിയൽ ഏതാണെന്ന് വെച്ചാൽ? ഏറ്റവും ഫേവറേറ്റ് സീരിയൽ കുടുംബവിളക്ക്. ഈ കുടുംബവിളക്കിലെ ആൾക്കാരെല്ലാം കൂടെ ഒരു ദിവസം ഒരു കുടുംബമായിട്ട് ഒരു ഷോപ്പിൽ വന്നായിരുന്നു, ഓർമ്മയുണ്ടോ? കുടുംബവിളക്കില് ഷോപ്പിൽ വന്നായിരുന്നു, പൂജയിൽ വന്നായിരുന്നു, ഓർമ്മയുണ്ടോ? ഈ ആളിനെ കുറിച്ച് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. കുടുംബവിളക്കിലെ എല്ലാവരും കൂടെ കുടുംബമായിട്ട് നമ്മുടെ പൂജയിൽ വന്നു. അവിടെ വന്നപ്പോഴും ഒരു ഡാൻസ് കളിക്കാൻ ഞാൻ കെഞ്ചി. അന്ന് സ്കേർട്ടായിട്ടിരുന്ന ഡ്രസ്സ് വരെ ഞാൻ പറഞ്ഞുതരാം, എന്റെ ഫോട്ടോ അടപ്പുണ്ട്. അന്ന് ഭയങ്കര ജാടയെ കാണിച്ചു. അന്ന് തൊട്ട് ഞാൻ തുടങ്ങി അന്ന് ജാടയാണ്. എന്റെ അമ്മേ, ഞാൻ ഡാൻസ് ചെയ്തത് ചേട്ടൻ കണ്ടില്ലേ? ഡാൻസ് അല്ല, ഇപ്പൊ ഓർമ്മയുണ്ടോ എന്നെ? അവിടെ നിങ്ങളുടെ കുടുംബവിളക്കിലെ ആൾക്കാരെല്ലാം കെ ചേട്ടൻ ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നു. കെ മാനേജേട്ടൻ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. 27ാമത്തെ വാർഷികത്തിൽ നമ്മൾ കൂടിയിട്ടുണ്ടോ? ഇനി മറക്കല്ലേ, ഇനി അടുത്ത ഇന്റർവ്യൂ മറക്കല്ലേ. പറയൂ, ഇനി വരുന്ന പ്രോജക്റ്റുകൾ ഏതൊക്കെയാണ് വരാൻ പോകുന്നത്? അയ്യോ ഇല്ല, ഞാനിപ്പോൾ കറന്റ് ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഞാൻ ആക്ച്വലി ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 3 പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ഫ്ലവേഴ്സ്, സൂര്യ ആൻഡ് ദിസ് വൺ. അപ്പോൾ എനിക്ക് കംപ്ലീറ്റ് ഡേറ്റ് ക്ലാഷും പരിപാടിയൊക്കെ ആയതിനെ കൊണ്ട് ഐ ഹാഡ് ടു ലീവ് വൺ. പിന്നെ സൂര്യയും ഇതും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ സൂര്യ ടി വിയിൽ ഇത് മാർച്ചിൽ കഴിഞ്ഞു. ആൻഡ് നൗ ഇത് ആണ് പൊക്കോണ്ടിരിക്കുന്നത്. അത്യാവശ്യം ഡേറ്റും കാര്യങ്ങളും പിന്നെ ക്യാരക്ടറൊക്കെ അത്യാവശ്യം നല്ല ക്യാരക്ടറൊക്കെ ആയതുകൊണ്ട് ദൈവം സഹായിച്ച് അങ്ങനെ അങ്ങ് പോകുന്നു. വളരെ നന്നായിട്ട് പോകുന്നു. ഐ എം കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ് പ്രോജക്റ്റ്. ആൻഡ് ഈ ഒറ്റൊരു പ്രോജക്റ്റ് മതി എന്നുള്ള ഒരു സ്കീം. കാരണം നമുക്ക് ബാക്കിയുള്ള ദിവസം വീട്ടിൽ പോകണ്ടേ, വീട് കാണണ്ട. എനിക്ക് ഹോം സിക്നസ് ആക്ച്വലി നമ്മുടെ ഷെഡ്യൂൾ വന്നിട്ട് 1 to 15 ആണ്. പക്ഷെ 1 to 15 നമ്മൾ ഷൂട്ട് കഴിയാതെ വരുമ്പോൾ ഒരു 20-25 അങ്ങനെ. ഇപ്പോൾ ഈ ക്രൂഷ്യൽ സിറ്റുവേഷൻ ലൈക്ക് വലിയ സീക്വൻസസ്, കല്യാണം അങ്ങനത്തെ ഒക്കെ വരുമ്പോൾ. പിന്നെ നമ്മുടെ പാർവതി എന്ന് പറയുന്ന സീരിയലിൽ അത്യാവശ്യം പൂജ മെയിനാണ്. ഒരു ഷെഡ്യൂളിൽ പോലും ഒരു ഷെഡ്യൂൾ 2-3 പൂജയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ സീക്വൻസസ് ഒക്കെ ആയിരിക്കും. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് തീർത്ത് പോകാനൊന്നും പറ്റാത്ത സ്ത്രീകൾ വരുമ്പോൾ, സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മളൊരു 25 days ഒക്കെ നമ്മൾ കണ്ടിന്യൂസ്ലി ഷൂട്ട് വെക്കാറുണ്ട്. അപ്പോൾ ആ ഒരു സമയമൊക്കെ ആകുമ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഉള്ള ബാക്കിയുള്ള ഒരു 5 ദിവസം മാത്രമേ നമുക്ക് വീട്ടിൽ പോയിരിക്കാൻ പറ്റും. എനിക്കാണെങ്കിൽ വന്നിട്ട് ഒരു 5 മാക്സിമം ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വീട്ടിൽ പോകണം. ഞാനും അമ്മയും അച്ഛനും ഒരു കുട്ടിയാ, ഒരാള്. അപ്പൊ ബിഗ് ബോസിൽ പോകാനേ പറ്റത്തില്ല, ഭ്രാന്ത് പിടിക്കും. അവിടെ ഒരു 10 ദിവസം കഴിയുമ്പോൾ തന്നെ അപ്പോഴേ അമൃത പറയാം എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് കൈകാലം കഴിയും, അച്ഛനും അമ്മയും കാണണം പറഞ്ഞിട്ട്. അവിടെ നടക്കൂല.
പക്ഷെ നമുക്ക് ബിസി ഇരിക്കുക, എപ്പോഴും ബിസി ആയിരിക്കുന്നതാണ് നമ്മൾ ഏറ്റവും അതൊരു നല്ലത്. അപ്പൊ 100 ദിവസം കിടന്നു കഴിഞ്ഞാൽ പ്രശ്നമാവും. വീട്ടിൽ പോകണം. മസ്റ്റാണ് എനിക്ക്. അച്ഛനമ്മയും കാണണം, എന്റെ വീട്, എന്റെ റൂം, അതൊക്കെ എനിക്ക് ഭയങ്കര കമ്മിറ്റ്മെന്റ്. റൂം എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഇല്ല, എന്റെ റൂമിൽ ഞാനൊരു TV മേടിച്ച് വെച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ജനിച്ചതൊക്കെ അവിടെ തന്നെയാണോ അതോ വേറെ വീട് വാങ്ങിച്ചു മാറിയോ? ഇല്ല, വീട് വാങ്ങിച്ചു മാറിയതാണ്. പക്ഷെ എന്നാലും നമ്മുടെ തന്നെ ഒരു ഷെൽട്ടർ എന്നൊക്കെ പറയുമ്പോ അത് ഉറപ്പായിട്ടും നമ്മുടെ സ്വാതന്ത്ര്യം ആ റൂമിനകത്താണ്. പിന്നെ അപ്പം എല്ലാ ഭാവങ്ങളും അനുമ്പ് പഠിച്ചതൊക്കെ എവിടെയാണ്? അവിടെ തന്നെയാണോ? ഞാൻ പഠിച്ചത് നാട്ടിൽ തന്നെയാണ്. +2 വരെ പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് ഡിഗ്രി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മംഗലാപുരം പോയി. BA ഇംഗ്ലീഷ് ലിറ്ററേച്ചറും BA ഭരതനാട്യമാണ് ഞാൻ പഠിച്ചത്. അവിടെ നിന്ന് അടുത്താണല്ലേ? മംഗലാപുരം അടുത്താണ്. അപ്പൊ ഈ ക്യാരക്ടർ തീർച്ചയായിട്ടും ഈ ഒരു ജാസ്മിൻ എന്ന കഥാപാത്രം, അതുപോലെ നമ്മുടെ പാർവതിയെ നിങ്ങൾ ഇരുകൈ നീട്ടി സ്വീകരിച്ചതായി അറിയാം. അപ്പൊ എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത്, പേഴ്സണലി പറയാനുള്ളത്, എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്, ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതേപോലെ നമ്മുടെ സീരിയൽ, ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സീരിയൽ പാർവതി എന്ന് പറയുന്ന സെൻട്രൽ ക്യാരക്ടർ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മുടെ എന്താ പറയുക, കഥയെയോ അല്ലെങ്കിൽ സീരിയലിനെയോ ഒന്നും ബാധിച്ചിട്ടില്ല, ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടില്ല. അപ്പം പഴയ പാർവതീനെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ പുതിയ പാർവതീനെയും സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ സീരിയൽ തുടർന്നും കാണാം. അപ്പം ഒരു കാര്യം ചോദിച്ചില്ലേ, പഴയ പാർവതി എന്ത് പറ്റിയാണ് മാറിയത്? അയ്യോ, അതെനിക്കറിയില്ല. പാർവതിയോട് ചോദിക്കല്ലേ? ഏത് പാർവതി? നായികയോട് തന്നെ ചോദിക്കാം. പുതിയ പാർവതിക്ക് തീരെ അറിയില്ല അവളെന്താ മാറിയെന്നുള്ളത്. പിന്നെ എന്തായാലും വളരെ സന്തോഷം. നിങ്ങള് അറിയുമ്പോൾ ചില കാര്യങ്ങൾ മറച്ചു വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. അറിഞ്ഞാൽ പോലും ആ ഫേസിലുണ്ട്, അറിഞ്ഞാൽ പോലും മറച്ചു വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. കാര്യം ആ സേഫ് സോണാണ്. തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെയാണത്. അപ്പൊ എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു. 2024 ആകുമ്പോൾ പറഞ്ഞ പോലെ തന്നെ, ഞാൻ നമ്മുടെ കേക്ക് കട്ടിങ് സമയത്ത് പറഞ്ഞ പോലെ തന്നെ ഒരു 1000 എപ്പിസോഡ് ആകട്ടെ. ആ സമയത്തും ഞങ്ങൾ നമ്മുടെ മൂവി വേൾഡ് മീഡിയ ഇവിടെ എത്തട്ടെ എന്നാണ്. നമ്മുടെ ചാനലിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ചാനലിനെ കുറിച്ച് സത്യമായിട്ടും എനിക്ക് ചേട്ടനവിടെ വന്നിട്ട് ചാനലിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ നോക്കാം. നോക്കണം, കയറി കാണണം കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ അത്രയും എക്സ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ചാനലാണ്. നമുക്ക് 262 ചാനൽസ് ഉണ്ട്. അപ്പൊ കയറി കാണുക. നമ്മുടെ ഈ ഇന്റർവ്യൂ നല്ല വൈറലാവട്ടെ, കിളികൾ പറക്കട്ടെ. താങ്ക് യു സോ മച്ച്.